ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് പരമ്പരയിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ How to change window types in Blender 2.59 എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് സരിൻ ബാബു, എഡിറ്റ് ചെയ്തത് വിജി നായർ. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ബ്ലെൻഡർ ഇന്റർഫേസിലെ ഒരു വിൻഡോവിനെ എങ്ങനെ റീസൈസ് ചെയ്യാം എന്നതാണ്. വ്യത്യസ്ത വിൻഡോസ് തമ്മിൽ എങ്ങനെ ടോഗിൾ ചെയ്യാം, വിൻഡോസിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നും എങ്ങനെ മെർജ് ചെയ്യാമെന്നും, ഏത് വിൻഡോവിനെയും ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറ്റാവുന്നതാണ്. ബ്ലെൻഡർ ഇന്റർഫേസിന്റെ പ്രാഥമിക ഘടകങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്തപക്ഷം ഇതിനു മുൻപത്തെ ട്യൂട്ടോറിയലുകൾ റെഫർ ചെയ്യേണ്ടതാണ്. Basic description of the Blender interface. നമ്മൾ ഇതിനോടകം ബ്ലെൻഡർ ഇന്റർഫേസിലുള്ള വ്യത്യസ്തമായ വിൻഡോസ് ടൈപ്സുകളെ കുറിച്ച് കണ്ടുകഴിഞ്ഞു. ഇങ്ങനെ വിൻഡോസുകളെ റീസൈസ് ചെയ്യാവുന്നതാണ്. മൗസ് കഴ്സറിനെ ഔട്ട്ലൈനർ വിൻഡോയുടെ ഇടത്തെ മൂലയിലേക്ക് കൊണ്ടുവരിക. ഡബിൾ ഹെഡഡ് ആരോ ദൃശ്യമാകുന്നു. ഇനി മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. മൗസ് നീങ്ങുന്നതിനനുസരിച്ച് ഔട്ട്ലൈനർ വിൻഡോയുടെ വലിപ്പം മാറുന്നു. മൗസ് കഴ്സറിനെ ഔട്ട്ലൈനർ വിൻഡോയുടെ താഴത്തെ എഡ്ജിലേക്ക് കൊണ്ടുവരിക. വീണ്ടും നമുക്ക് ഡബിൾ ഹെഡഡ് ആരോ കാണാം. മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്യുക. മൗസ് നീങ്ങുന്നതിനനുസരിച്ച് ഔട്ട്ലൈനർ വിൻഡോയുടെ സൈസ് മാറുന്നു. ഇങ്ങനെ നമുക്ക് ബ്ലെൻഡർ ഇന്റർഫേസിലെ ഏത് വിൻഡോവിനെയും റീസൈസ് ചെയ്യാം. ബ്ലെൻഡർ ഇന്റർഫേസിലെ വിവിധ വിൻഡോകൾ തമ്മിൽ എങ്ങനെ ടോഗിൾ ചെയ്യാം എന്ന് നോക്കാം. 3D വ്യൂവിന്റെ ഇടത്തെ മൂലയിലേക്ക് പോകുക. ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആരോ മാർക്കുള്ള ബട്ടണിൽ കറന്റ് എഡിറ്റർ ടൈപ്പ് എന്ന് കാണാം. ഈ ബട്ടണിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. വ്യത്യസ്ത വിൻഡോസ് ഓപ്ഷനുകൾ ഉള്ള മെനുസ് ഓപ്പൺ ആകുന്നു. ഇതാണ് എഡിറ്റർ ടൈപ്പ് മെനു. ബ്ലെൻഡർ ഇന്റർഫേസിൽ എല്ലാ വിൻഡോവിലും ഇടതുകോണിൽ ഈ മെനു ലഭ്യമാണ്. വ്യത്യസ്ത വിൻഡോസുകൾ തമ്മിൽ ടോഗിൾ ചെയ്യുവാനും ഇത് ഉപയോഗിക്കാം. മൗസിനെ മെനു ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യുക. ഷോർട്ട്കട്ടിനായി കീബോർഡിലെ അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉപയോഗിക്കാം. UV ഓർ ഇമേജ് എഡിറ്റർ എന്നതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 3D വ്യൂ UV ഇമേജ് എഡിറ്റർ ആയി മാറുന്നു. എഡിറ്റർ ടൈപ്പ് മെനുവിൽ വീണ്ടും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് 3D വ്യൂ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3D വ്യൂവിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ എഡിറ്റർ ടൈപ്പ് മെനു ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത വിൻഡോസുകളെ തമ്മിൽ ടോഗിൾ ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ട് 3D വ്യൂവിനെ 4 ഭാഗങ്ങളായി തിരിക്കാം. 3D വ്യൂവിനെ രണ്ടു തരത്തിൽ ഭാഗിക്കാം. 3D വ്യൂവിൽ താഴെ ഇടത്തെ മൂലയിൽ എഡിറ്റർ ടൈപ്പ് മെനുവിന് തൊട്ടടുത്തുള്ള വ്യൂവിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനായി കിടക്കുന്ന ടോഗിൾ ക്വാഡ് വ്യൂ സെലക്ട് ചെയ്യുക. ഷോർട്ട്കട്ടിനായി Ctrl, Alt and Q എന്നിവ അമർത്തുക. 3D വ്യൂവിനെ 4 വ്യൂകൾ ആയി തിരിച്ചിട്ടുണ്ട്. ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, റൈറ്റ് വ്യൂ ആൻഡ് ക്യാമറ വ്യൂ. ബ്ലെൻഡറിൽ മോഡലിംഗ്, അനിമേറ്റിംഗ് എന്നിവ ചെയ്യുമ്പോൾ ഇവ ഉപകാരപ്രദമാണ്. ക്വാഡ് വ്യൂ ഡിസേബിൾ ആക്കുവാൻ Ctrl, Alt and Q എന്നിവ അമർത്തുക. സ്പേസ് ബാർ അമർത്തിയ ശേഷം സെർച്ച് ഏരിയയിൽ ടോഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക.
ലിസ്റ്റിൽ നിന്നും ടോഗിൾ ക്വാഡ് വ്യൂ തിരഞ്ഞെടുക്കുക. ക്വാഡ് വ്യൂ എനേബിൾ ആക്കുന്നതിനുള്ള രണ്ടാമത്തെ മാർഗമാണിത്. ക്വാഡ് വ്യൂ ഡിസേബിൾ ചെയ്യുവാൻ Ctrl Alt and Q വീണ്ടും അമർത്തുക. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡറിന്റെ ഡിഫോൾട്ട് ക്യാമറ വ്യൂവിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ബ്ലെൻഡർ ഇന്റർഫേസ് ഡിഫോൾട്ട് ആയി 5 വ്യത്യസ്ത വിൻഡോസുകൾ തരുന്നു. നിങ്ങൾ ബ്ലെൻഡർ ഇന്റർഫേസിന്റെ ഭാഗങ്ങൾ തിരിച്ച് പുതിയ വിൻഡോകൾ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് രണ്ട് വഴികളുണ്ട്. ഇത് ഔട്ട്ലൈനർ വിൻഡോ. ഞാൻ ഇത് വിശദീകരിക്കാം. ഇതിനായി മൗസ് കഴ്സറിനെ ഔട്ട്ലൈനർ വിൻഡോയുടെ താഴെ ഇടതുമൂലയിൽ കാണുന്ന 3 ചെരിഞ്ഞ വരകളിലെ കുറുകെയുള്ള വരകളിൽ പ്ലസ് സൈൻ കാണുന്നതുവരെ നീക്കുക. മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വലതുഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഔട്ട്ലൈനർ വിൻഡോ 2 പാനലുകളായി മാറുന്നു. പുതിയ ഓരോ പാനലിനും വേറെ ടൂൾസ് ലഭ്യമാണ്. ഇനി ഈ രണ്ട് പാനലിനെയും മെർജ് ചെയ്യാനും ഇതേ രീതി പിന്തുടരാം. വലതു പാനലിനെ ഇടതിലേക്ക് മെർജ് ചെയ്യാം. വലതുവശത്തെ ഔട്ട്ലൈനർ പാനലിന്റെ താഴെ ഇടതുമൂലയിലായി കാണുന്ന കുറുകെയുള്ള വരകളിൽ മൗസ് കഴ്സറിനെ പ്ലസ് സൈൻ കാണുന്നതുവരെ കൊണ്ടുവരിക. മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് പാനലിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ പാനൽ ഷേഡഡ് ആയി കാണുകയും തെളിച്ചമുള്ള ആരോ സൈൻ ദൃശ്യമാകുകയും ചെയ്യുന്നു. ലെഫ്റ്റ് ക്ലിക്ക് റിലീസ് ചെയ്യുക. രണ്ട് വിൻഡോകളും ഇപ്പോൾ മെർജ് ആയി കഴിഞ്ഞു. ഇനി വിൻഡോ ഏരിയയെ വിഭജിക്കുവാനുള്ള രണ്ടാമത്തെ മാർഗം നോക്കാം. ആദ്യം നമുക്ക് ഔട്ട്ലൈനർ വിൻഡോയെ ഹൊറിസോണ്ടൽ ആയി ഡിവൈഡ് ചെയ്യാം. ഇതിനായി ഔട്ട്ലൈനർ വിൻഡോയുടെ ഇടത് എഡ്ജിൽ ഡബിൾ ഹെഡഡ് ആയ ആരോ ദൃശ്യമാകുന്നതുവരെ മൗസ് കഴ്സർ നീക്കുക. ആരോ ചിഹ്നത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് ഏരിയ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഔട്ട്ലൈനർ വിൻഡോയുടെ മധ്യഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ തിരശ്ചീനമായ വരയ്ക്കൊപ്പം ഡബിൾ ഹെഡഡ് ആരോ ദൃശ്യമാകും. പൊസിഷൻ ലോക്ക് ചെയ്യുവാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഔട്ട്ലൈനർ വിൻഡോ ഹൊറിസോണ്ടൽ ആയ രണ്ട് ഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. മുൻപത്തെ പോലെ രണ്ട് പാനലിനും വേറെ ടൂൾ സെറ്റുകൾ ഉണ്ട്. ഇനി രണ്ട് പാനലിനെയും സമാനമായ രീതിയിൽ മെർജ് ചെയ്തു നോക്കാം. രണ്ട് പാനലുകൾ തമ്മിൽ ഹൊറിസോണ്ടൽ എഡ്ജിലേക്ക് മൗസ് കഴ്സറിനെ നീക്കണം. ഡബിൾ ഹെഡഡ് ആരോ കാണുന്നതുവരെ തുടരുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ഏരിയ തിരഞ്ഞെടുക്കുക. മൗസിനെ മുകളിലോ താഴെയോ ഉള്ള ഏതെങ്കിലും പാനലിൽ കൊണ്ടുവരിക. ഞാൻ ബോട്ടം പാനൽ ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുത്ത പാനൽ ഷേഡഡ് ആയതായും അതിൽ വ്യക്തമായ ഒരു ആരോ സൈൻ ദൃശ്യമാകുന്നതായും കാണാം. ഷേഡഡ് പാനലിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാനലുകളും മെർജ് ആയി കഴിഞ്ഞു. ഇനി ഔട്ട്ലൈനർ വിൻഡോയെ ലംബമായി വിഭജിക്കുകയും തിരിച്ച് മെർജ് ചെയ്യുന്നതും എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഔട്ട്ലൈനർ വിൻഡോയുടെ താഴത്തെ എഡ്ജിലേക്ക് മൗസ് കഴ്സറിനെ നീക്കുക. ഡബിൾ ഹെഡഡ് ആരോ ദൃശ്യമാകുന്നതുവരെ തുടരണം. ആരോ സൈനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് ഏരിയയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഔട്ട്ലൈനർ വിൻഡോയുടെ മധ്യഭാഗത്തേക്ക് മൗസിനെ നീക്കണം. ഇപ്പോൾ ലംബമായ ലൈനും ഡബിൾ ഹെഡഡ് ആയ ആരോയും ദൃശ്യമാകും. പൊസിഷൻ ലോക്ക് ചെയ്യുവാൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഔട്ട്ലൈനർ വിൻഡോ ലംബമായ രണ്ട് പാനലുകളായി. രണ്ട് പാനലുകൾ തമ്മിൽ വെർട്ടിക്കൽ എഡ്ജിലേക്ക് ഡബിൾ ഹെഡഡ് ആരോ കാണുന്നതുവരെ മൗസ് കഴ്സറിനെ നീക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ഏരിയ സെലക്ട് ചെയ്യുക. മൗസിനെ ഇടതോ വലതോ ഉള്ള ഏതെങ്കിലും പാനലിലേക്ക് നീക്കുക.
ഞാൻ വലതു പാനലിലേക്ക് നീക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുത്ത പാനൽ ഷെയ്ഡഡ് ആയി കാണുകയും അതിൽ ഒരു ആരോ സൈൻ ദൃശ്യമാകുന്നതും കാണാം. ഷെയ്ഡഡ് പാനലിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാനലുകളും മെർജ് ആയി കഴിഞ്ഞു. ഇനി പ്രോപ്പർട്ടീസ് വിൻഡോവിലെ വിവിധ പാനലുകളുടെ ലൊക്കേഷൻ ക്രമീകരിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് ലേയേഴ്സ് പാനലിനെ റെൻഡർ പാനലിന്റെ മുകളിൽ കൊണ്ടുവരണം എന്ന് കരുതുക. ഇതിനായി മൌസ് കഴ്സറിനെ ലേയേഴ്സ് പാനലിന്റെ മുകളിൽ വലത്തേ അറ്റത്തുള്ള 3 ചെരിഞ്ഞ വരകളിലേക്ക് കൊണ്ടുപോകുക. ലെഫ്റ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്ത ശേഷം മൌസ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ലേയേഴ്സ് പാനൽ റെൻഡർ പാനലിന്റെ മുകളിലേക്ക് മാറുന്നതായി കാണാം. ഇനി ബ്ലെൻഡറിൽ ഉള്ള വിൻഡോസിനെ വലുതാക്കുകയോ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മൌസ് കഴ്സറിനെ ഏതെങ്കിലും ഒരു വിൻഡോവിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഇവിടെ 3D വ്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്. കീബോർഡിൽ Ctrl ആൻഡ് അപ്പ് ആരോ ബട്ടൺ ഒരുമിച്ചമർത്തുക. ഇപ്പോൾ 3D വ്യൂ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറുന്നു. ഫുൾ സ്ക്രീൻ മോഡിൽ നിന്നും പുറത്തു കടക്കുവാൻ കീബോർഡിൽ Ctrl ആൻഡ് ഡൗൺ ആരോ ബട്ടൺ അമർത്തുക. നമ്മളിപ്പോൾ ബ്ലെൻഡറിന്റെ ഡിഫോൾട്ട് വ്യൂവിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് ഏതു വിൻഡോവിലും പ്രയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ബ്ലെൻഡറിൽ നമുക്ക് വിൻഡോസിനെ റീസൈസ് ചെയ്യുകയോ വ്യത്യസ്ത വിൻഡോസുകൾ തമ്മിൽ ടോഗിൾ ചെയ്യുകയോ സ്പ്ലിറ്റ് ചെയ്ത് മെർജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി പുതിയ ഫയലിൽ 3D വ്യൂവിനെ ക്വാഡ് വ്യൂവിലേക്ക് ടോഗിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രമിച്ചു നോക്കൂ. ഔട്ട്ലൈനർ വിൻഡോയെ വിഭജിച്ച് തിരിച്ച് മെർജ് ചെയ്തു നോക്കുക. പ്രോപ്പർട്ടീസ് വിൻഡോവിൽ ഔട്ട്പുട്ട് പാനലിനെ റെൻഡർ പാനലിന്റെ മുകളിലേക്ക് കൊണ്ടുവരിക. 3D വ്യൂവിനെ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാക്സിമൈസ് ചെയ്തു നോക്കുക. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, പ്രോജക്റ്റ് ഓസ്കാർ എന്നിവയുടെ സഹായത്തോടു കൂടിയാണ് ഈ ട്യൂട്ടോറിയൽ തയ്യാറാക്കിയത്. കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്. oscar.iitb.ac.in and spoken-tutorial.org/nmeict-intro. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാവുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ മെയിലിൽ ബന്ധപ്പെടുക. പങ്കെടുത്തതിന് നന്ദി. ഐഐടി ബോംബെയിൽ നിന്നും വിജി നായർ.